നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വാള് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഈ മീനാക്ഷി പറഞ്ഞുള്ള അറിവല്ലേ? ഇവള് തന്നെയാണോ വാളെടുത്ത് മാറ്റിയതെന്ന് ആരറിഞ്ഞു? തേച്ചാലും കുളിച്ചാലും ഈ നാണക്കേട് മാറില്ല. ഒന്നിന്റെ പുറകെ മറ്റൊന്നായി കഷ്ടകാലത്തിന്റെ പെരുമഴിയാണല്ലോ ദൈവമേ. അന്തസ്സും ആഭിചാര്യവും പാരമ്പര്യമുള്ള ചെമ്പകമംഗലത്തിലുള്ള കുട്ടിയല്ലേ? നാണക്കേട് പങ്കിട്ടെടുക്കാം. മാലതിക്ക് സന്തോഷമുള്ള വാർത്തകളാണല്ലോ കേൾക്കുന്നത്. കേട്ട് രസിക്കും. മീനാക്ഷി, മീനാക്ഷി, എന്താടോ ഇത്? എടോ, എന്തെങ്കിലും ഒന്ന് പറയൂ. എന്തൊരു ദുർവിധിയാ കാർത്തിയേട്ടാ ഇത്. സമാധാനിക്കും മീനാക്ഷി. എന്ത് ചെയ്യാൻ പറ്റും? വരുന്നതൊക്കെ അനുഭവിക്കാതെ തരവില്ലല്ലോ. കാർത്തിയേട്ടാ, എന്തൊക്കെയാ വൃത്തിയായിട്ടവള് പറഞ്ഞൊപ്പിച്ചത്? ആ പെരുങ്കള്ളി പറഞ്ഞെല്ലാം പച്ചക്കള്ളമല്ലേ? ഇപ്പൊ ഞാനും കാർത്തിയേട്ടനും ആരായി ഈ ലോകത്തിന് മുൻപില്? ഒന്നും സാരമില്ലടോ, ഞാനില്ലേ തനിക്ക്. എന്നെ അല്ലാതെ വേറെ ആരെ ബോധ്യപ്പെടുത്തണം തനിക്ക്? കാർത്തിയേട്ടാ, ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒന്നും ഓർക്കരുത്. അതൊക്കെ അങ്ങ് വിട്ടേക്ക്. ഒരേ മനസ്സും രണ്ട് ശരീരവും നമുക്ക്. അത് മതി. തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ തോറ്റുമാറും. എന്റെ കുഞ്ഞുങ്ങളെ കാണുന്നില്ലല്ലോ ദൈവമേ. എന്താ ഇത്ര താമസിക്കുന്നത്? മക്കളെ, മോനെ, മോന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ദൈവമേ. മോക്കോ? മോളുടെ വിശേഷമൊക്കെ അറിഞ്ഞില്ലേ? ചെമ്പകമംഗലക്കാര് മാത്രമല്ല, ലോകര് മൊത്തം അറിഞ്ഞു. ഇവളൊന്ന് ശരിക്കും മേടിച്ചു കിട്ടും. മോനെ കാർത്തി, മോനെ, നെറ്റിയിലെ മുറിവ് ആഴത്തിലുള്ളതാണോ? സാവിത്രി, മാറി നിൽക്കാൻ. ഒരു ദേവകി യശോദേ, മാറി നിൽക്കാൻ. തറവാടിന്റെ പേരും പെരുമയും വാനോളം ഉയർത്തിയിട്ട് വരികയില്ലേ രണ്ടുപേരും? ഒരു സ്വീകരണം സംഘടിപ്പിക്കേണ്ടതായിരുന്നു. പട്ടും വളയും കൊടുത്ത് ആദരിക്കുകയും വേണം. കാലങ്ങളായി കാരണവന്മാര് കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാ ഈ തറവാടിന്റെ പേരും പെരുമയും. അത് അറബിക്കടലിൽ ഒഴുകിപ്പോയി. അങ്ങനെയൊന്നും ഉണ്ടാകാതെയാ ഇത്രയും കാലം കാത്തത്. അതെല്ലാം നഷ്ടപ്പെട്ടു. അമ്മ ഇങ്ങനെയൊക്കെ പറയാൻ എന്താ ഉണ്ടായതമ്മേ? സഹിക്കാതെ വന്നപ്പോ പ്രതികരിച്ചു പോയത് തെറ്റാണോ? മക്കളെയൊക്കെ നീ ന്യായീകരിച്ചോ? എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ അതെന്റെ മുമ്പിൽ വേണ്ട. എന്തുണ്ടായാലും അവളെ അവനെ ന്യായീകരിക്കാൻ ഇവര് വരും. ഇവർക്ക്
ഇവൾക്ക് എന്തിന്റെ കേടാ? ഇതിനെല്ലാത്തിനും കാരണക്കാരി ഞാനാണല്ലോ ദൈവമേ. ആ എന്നെ പറഞ്ഞാ മതി. കുറ്റം എന്റേതാ. ചിലരെയൊക്കെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു. അതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ദേ ഇവളുണ്ടല്ലോ, ഇവളെയാ ഞാൻ ചെമ്പകമംഗലത്തിന്റെ ഐശ്വര്യവും ഭാഗ്യവുമായിരുന്ന ആ വാള് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. ആ അറയുടെ താക്കോല് ഇവളുടെ കയ്യിലായിരുന്നു. ഇവളെ ഞാൻ വിശ്വസിച്ചു. ഇവളെ എന്നെയും ഈ തറവാടിനെയും ചതിച്ചു. രാജലക്ഷ്മി, ആ വാൾ ഇതിനകത്ത് ഇല്ലാതായതോടെ എല്ലാം നശിച്ചു. എന്റെ മോന് മരിച്ചു. ഈ ചെമ്പകമംഗലത്തിന്റെ പ്രതാപവും ഐശ്വര്യവും കാറ്റി പറന്നു. എന്റെ കൊച്ചുമകൻ പബ്ലിക്കിന്റെ മുമ്പിൽ വൃത്തികെട്ടവനായി. അവന്റെ ജോലി നഷ്ടപ്പെട്ടു. അവനെ നാട്ടുകാർ കല്ലെറിഞ്ഞു കൊല്ലാതിരുന്നത് ഭാഗ്യം. അമ്മേ, പറയട്ടെ, പറഞ്ഞു തീർന്നില്ല ഞാൻ. കാർത്തികിനെ ഉപേക്ഷിച്ച് അവിഹിത ജീവിതത്തിൽ പോയ മൈഥിലി ഇപ്പോ സമൂഹത്തിന്റെ മുമ്പിൽ മാതൃകാ യുവതി. എന്റെ കൊച്ചുമകൻ ലോക മോശക്കാരൻ. പോരട്ടെ പോരട്ടെ, ഇവൾക്കിട്ട് ശരിക്കും അങ്ങ് പാടിക്കൊടുക്ക്. ഞാനൊരു പക്ഷെ പൊതുസത്തായി മാറിയേക്കാവുന്ന ഉടവാൾ മോഷ്ടിച്ചു വിറ്റ കള്ളി മാത്രമല്ല ഇപ്പോ. കൊച്ചുമകന്റെ അബദ്ധ സഞ്ചാരത്തിന് കൂട്ടു നിൽക്കുന്ന മുത്തശ്ശി കൂടിയെ. ഇതെന്താ അമ്മ ഇങ്ങനൊക്കെ പറയുന്നത്? ഇതെല്ലാം ആ മൈഥിലി പടച്ചുവിട്ട കഥകളാണെന്ന് അമ്മയ്ക്ക് അറിയുന്നതല്ലേ? അതിനുള്ള അവസരം ഒരുക്കരുതായിരുന്നു. ഉടവാൾ സൂക്ഷിച്ചിരുന്ന അറയുടെ താക്കോല് ഉറപ്പോടെ സൂക്ഷിക്കണമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ആ മൈഥിലി തന്നെയാണ് വാളെടുത്തോണ്ട് പോയതെന്ന് ആരറിഞ്ഞു? വാൾ അവളാണ് എടുത്തതെങ്കിൽ പോലീസ് അവരുടെ വീട് സെർച്ച് ചെയ്തപ്പോ വാള് കിട്ടേണ്ടതല്ലേ? മൈഥിലിയോ വൈശാഖും പക്ക ക്രിമിനൽസ് മാത്രമല്ല, പഠിച്ച കള്ളനും കള്ളിയോ. കാർത്തിയ വീട് സെർച്ച് ചെയ്യുമെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. വാളപ്പഴയെ മാറ്റിക്കാണും. വാള് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഈ മീനാക്ഷി പറഞ്ഞുള്ള അറിവല്ലേ? ഇവള് തന്നെയാണോ വാളെടുത്ത് മാറ്റിയതെന്ന് ആരറിഞ്ഞു? മുത്തശ്ശി, അമ്മേ, എന്തായാലും മുളച്ചു പൊന്തിയത് ആ മാധവ മന്ദിരത്തിന്റെ പാടത്ത് നിന്നല്ലേ? രാജലക്ഷ്മി, എന്റെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോകും. എന്നെ ഒരു ഭ്രാന്തനാക്കി നീ മാറ്റരുത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതിൽ എന്താ തെറ്റ്? ആ ഇന്ദ്രജ പറഞ്ഞതിലുണ്ടല്ലോ പലതും ഗ്രഹിച്ചെടുക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.